ഗായ്സ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഏട്ടനെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ കുറേ മൂവാണ്ടമാങ്ങ നിൽപ്പുണ്ട്. സന്ധ്യയായി ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അമ്മ പറഞ്ഞു കുറേ മാങ്ങ പിച്ചിക്കണമെന്ന് പറഞ്ഞു. കുറേ പഴുത്തും വീഴുന്നുണ്ട്, വിളഞ്ഞും നിൽപ്പുണ്ട്, അതുപോലെ പച്ച നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാറിടാൻ കൂടി പിച്ച് ചെയ്ത് സന്ധ്യയൊക്കെ ആയപ്പോൾ ഞാനും ഏട്ടനും കൂടി തോട്ടി കെട്ടിയിട്ട് എല്ലാം പിച്ചെടുത്ത് കുറേ ഞങ്ങൾ കഴിച്ചും ചെയ്ത് കുറേ വീട്ടിലും കൊണ്ടുവന്നു. അങ്ങനെ കുറേ അരിഞ്ഞ് ഞാൻ ഉപ്പും ചേർത്ത് ഫ്രിഡ്ജ് വെച്ചായിരുന്നു. അങ്ങനെ പിന്നെ ചട്ടിക്കകത്തോട്ട് ചട്ടി ചൂടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുകും അതുപോലെ തന്നെ ഉലുവായും അതേപോലെ തന്നെ കരിയാപ്പല ഇടുന്നുണ്ട്. ഇത്രയും കൂടി വാടി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകോട് ചേർത്ത് ഒന്ന് വാട്ടി എന്നാലും മൂപ്പിച്ചെടുത്തിട്ട് 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ഒന്ന് അതിൻ്റെ പച്ചച്ചവർപ്പും കൂടി മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ശകലം ഉപ്പും നമ്മുടെ കായപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ മാങ്ങയില്ലേ, മാങ്ങ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ അരിഞ്ഞ് വെക്കുന്ന ഒരു ദിവസം 1.5 ദിവസം വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഇതുപോലെ ആ ഗ്രേവി ആ മസാലയ്ക്കകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തീ ഇടരുത് കേട്ടോ. ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അടുപ്പിൽ വെക്കുമ്പോൾ എന്തൊരു സാധനത്തിന്. അതിൽ ശകലം ഞാൻ ഉപ്പും ചേർക്കുന്നുണ്ട്, അതിൽ ശകലം മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വിനാഗിരി കേട്ടോ. വിനാഗിരിയോട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും ഈ നമ്മുടെ അച്ചാർ കേട്ടോ. ഭയങ്കര 2-3 ദിവസം ഇരിക്കാമെങ്കിൽ അത് സെറ്റായി കിട്ടും. പുളിപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും. അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.